അനൗൺസ്മെന്റ് പോസ്റ്ററിനകത്ത് ഒരു നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത് 15397 എന്ന് പറയുന്ന നമ്പർ. ഒരിക്കലും മരണമില്ലാത്ത ഒരവസ്ഥയെ കുറിച്ചൊക്കെ 7 എന്ന് പറയുന്ന നമ്പറൊക്കെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. 15397 എന്ന് പറയുന്ന നമ്പറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഹായ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സൂര്യ 42 കങ്കു എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പോസ്റ്ററാണ്. ഞാനതെങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സൂര്യയുടെ ഈ ഒരു ഗെറ്റപ്പ് കാണാനായിട്ട് പണ്ട് മുതൽക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 24 എന്ന് പറയുന്ന സിനിമ കണ്ടേക്കുന്ന സമയം തൊട്ട് ഈ ഒരു ഗെറ്റപ്പിൽ എന്താണ് ഇനി വീണ്ടും വരാമെന്നുള്ളൊരു കാര്യം ഞാൻ കുറേ വട്ടം ചിന്തിച്ചേക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ലുക്ക് കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് ഓർമ്മ എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നത്. സൂര്യയുടെ 24 എന്ന് പറയുന്ന സിനിമയിൽ ആത്രേയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആത്രേയ എന്നല്ല എന്നെ പ്രൊനൗൺസ് ചെയ്യുക, ആത്രേയ എന്ന് പറയുന്ന ഒരു വില്ലൻ ക്യാരക്ടർ ഒരു കിട്ടില്ല സാധനമായിരുന്നു. കുറച്ച് നേരം ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പെർഫോമൻസ് വൈസ് വേറെ ലെവലായിരുന്നു. സൂര്യയുടെ ഡബിൾ റോൾ ആയിരുന്നു ആ സിനിമയിൽ വന്നായിരുന്നത്. ഞാനിത് ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇന്നലെ ഈ സംഭവം ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് മിക്കവാറും വരാൻ പോകുന്നത് സൂര്യയുടെ യങ് ആയിട്ടുള്ള കഥാപാത്രത്തിൻ്റെ, യങ് കഥാപാത്രം എന്ന് പറയുന്ന സമയത്ത് സൂര്യയുടെ ഇതുവരെ റിവീൽ ചെയ്യാത്തൊരു ഫേസ് ആയിരിക്കും റിവീൽ ചെയ്യാന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. കാരണം ആ കയ്യിലുള്ള ടാറ്റു എന്നൊക്കെ പറയുന്നത് മോഡേൺ ടാറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിനകത്ത് പറയുന്ന 15397 എന്ന് പറയുന്ന നമ്പറിന്റെ റെലവൻസിന് ഇപ്പോൾ ഒരു കണക്ഷൻ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഈ ഒരു പോസ്റ്ററിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യയുടെ 2 ക്യാരക്ടേഴ്സിനെയാണല്ലേ. സൂര്യയുടെ ഒരു യങ് ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുമ്പ് കണ്ടേക്കുന്ന സൂര്യയുടെ കങ്കു എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നുണ്ട്. കങ്കുവിനെ ഞാൻ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. കങ്കു എന്ന് പറയുന്ന ആ ഒരു ട്രൈബൽ ലുക്കിലുള്ള ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൈകളായിട്ട് കുറെ ടാറ്റും സംഭവങ്ങളൊക്കെ, ടാറ്റു അല്ല ആക്ച്വലി അത് മാർക്കിങ്സ് ആണ്. ഇയാൾ കൊന്നൊടുക്കിയേക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചുള്ള മാർക്കിങ്സ് ആണ് ഇദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. കങ്കു എന്ന് പറയുന്ന വാക്കിനെ സിംബലൈസ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ കങ്കുവയുടെ ചുറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീയുടെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സൂര്യയുടെ ഈ 2 ചിറകുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചിറക് ഫയറിലും ഒരു ചിറക് ആക്ച്വലി ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കാണാൻ പറ്റുന്നത്. അതായത് വാട്ടർ എന്ന് പറയുന്ന സംഭവത്തിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഒരാൾ കങ്കുവയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ തന്നെ ഓർപ്പിക്കാനായിട്ട് വരുന്നുണ്ടല്ലേ. സോ എന്താണ് സൂര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആക്കുന്നത് ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ പുതിയ യങ് ക്യാരക്ടറാണ്. കാരണം ഇദ്ദേഹത്തിന് നമ്മൾ കാണുന്ന സമയത്ത് ഒരു പക്കാ മോഡേൺ ലുക്കിലാണ് ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത്. മുടിയൊക്കെ കളർ ചെയ്ത് ഒരു അടിപൊളി ലുക്കാണ്. അഞ്ചാൻ ഹെയർ സ്റ്റൈൽ പോലെയൊക്കെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അഞ്ചാനിലുള്ള അദ്ദേഹത്തിന്റെ ലുക്കൊക്കെ കിടലാനായിരുന്നു. ആൻഡ് ഈ ലുക്കും കിണ്ണനായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഇവിടെ ഇദ്ദേഹം വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് അല്ലേ. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഇന്റൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോമിലാണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ലുക്കിൽ എൻ്റെ മനസ്സിലോട്ട് വന്ന ആദ്യത്തെ തോട്ടം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു മെജീഷ്യൻ ആണെന്നുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ മെജീഷ്യൻസ് ഒക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന മെജീഷ്യൻസിനൊക്കെ ചില പോസ്റ്റേഴ്സിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇദ്ദേഹം ഒരു മെജീഷ്യൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമായിരുന്നു. ഒന്നല്ലെങ്കിൽ ഇയാളൊരു മെജീഷ്യൻ, അതല്ലെങ്കിൽ മറ്റെന്ത് എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചു പോകുന്ന സമയത്താണ് ഇന്നലെ വന്നേക്കുന്ന അനൗൺസ്മെന്റ് പോസ്റ്ററിനകത്ത് ഒരു നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത് 15397 എന്ന് പറയുന്ന നമ്പർ. ഈ നമ്പറിന്റെ റെലവൻസ് ഞാനിങ്ങനെ നോക്കി പോകുന്ന സമയത്താണ് എനിക്ക് ആക്ച്വലി കുറേ പേര് മെസ്സേജ് അത് അയച്ചിരുന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാണ്. അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഒരു താങ്ക്സ് കൂടി പറയാണ്. കാരണം ഓരോ സാധനങ്ങൾ വരുന്ന സമയത്തും നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിരുന്നതിന് ഒരു ബിഗ് താങ്ക് യു. അതും നമ്മുടേതായിട്ടുള്ള റിസർച്ചിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15397 എന്ന് പറയുന്ന നമ്പറിന് ആക്ച്വലി ഒരു റെലവൻസ് ഉണ്ട്. ബാബിലോണിയൻ സംസ്കാരം തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാബിലോണിയൻ സംസ്കാരത്തിലാണെങ്കിലും ഈജിപ്ഷ്യൻ ഹിസ്റ്ററി നമ്മൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്പേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസക്തി ഉള്ളതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ കൈരേഖ നോക്കിയിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതായത് കൈകളുടെ രേഖ നോക്കിയിട്ട് നമ്മുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ചില ആൾക്കാരൊക്കെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ചില ഉത്സവത്തിന് മറ്റൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ കൈരേഖ നോക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കുന്നതാണല്ലേ. ഇത്തരത്തിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഫോളോ ചെയ്യപ്പെട്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ന്യൂമറോളജി ഉണ്ടായിരുന്നു. ന്യൂമറോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ യൂസ് ചെയ്ത് പോകുന്നിരുന്ന, ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരാൾ ജനിച്ചേക്കുന്ന സമയം, അയാളുടെ പേര്, മറ്റെല്ലാ കാര്യങ്ങളോട് വെച്ച് ചേർത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഓരോ എനർജിയും വൈബ്രേഷൻസ് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും ഒരു കാര്യമാണ് പറയുന്നത്. അതിനനുസരിച്ച് ഓരോ ആൾക്കാർക്ക് ഓരോ നമ്പറുകൾ കൊടുത്തുകൊണ്ട് ഈ നമ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഇതൊരു വലിയൊരു പ്രൊസീജിയറാണ്, ഈ നമ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇയാളുടെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു രീതി ശരിക്കും ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിനെ പറയുന്നത് ഈജിപ്ഷ്യൻ ന്യൂമറോളജി എന്നാണ്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈജിപ്ഷ്യൻ ന്യൂമറോളജി പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ നമ്പറിനും ഓരോ അർത്ഥം നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ 1 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം, സാക്രിഫൈസ് എന്നിങ്ങനെയുള്ള പല അർത്ഥങ്ങളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് ഇമ്മോർട്ടാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരിക്കലും മരണമില്ലാത്ത ഒരവസ്ഥയെ കുറിച്ചൊക്കെ 7 എന്ന് പറയുന്ന നമ്പറൊക്കെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് 15397 എന്ന് പറയുന്ന നമ്പറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് 1 ഫോർ ലീഡർഷിപ്പ്, 5 ഫോർ അഡ്വഞ്ചർ, 3 ഫോർ ക്രിയേറ്റിവിറ്റി, 9 ഫോർ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് 7 ഫോർ ഇമ്മോർട്ടൽ. 7 ഫോർ ഇമ്മോർട്ടൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇയാൾക്ക് മരണമില്ല എന്നാണ് ഈ ഒരു നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
ഒരുപക്ഷെ കങ്കുവ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ പുനർജന്മമായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ആസ്ട്രോളജർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ജ്യോതിഷൊക്കെ പഠിച്ചേക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ എന്നുള്ളൊരു കാര്യം നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബ്രേസ്ലെറ്റുകളുടെ കണക്ഷൻ നമുക്ക് ഒരുപാട് ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്രേസ്ലെറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സൂര്യയുടെ പുനർജന്മമായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ആസ്ട്രോളജിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതൊരു അസംപ്ഷൻ ആണ്. കാരണം സാധാരണ ഒരാൾ ഈ ഒരു നമ്പർ ചുമ്മാ അങ്ങനെ അടിച്ചു വെക്കാനായിട്ട് ചാൻസ് ഇല്ല. ആസ്ട്രോളജിനെ കുറിച്ച് ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ആസ്ട്രോളജിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നമ്പർ ആക്ച്വലി യൂസ് ചെയ്യപ്പെട്ടിരുന്നത്. സോ ആസ്ട്രോളജിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള ഒരു ബ്രേസ്ലെറ്റ് മറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്തും ഈ ലുക്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്തും ഇദ്ദേഹം ഒരു ആസ്ട്രോളജർ ആണോ എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേസ് സൂര്യയുടെ ഒരു കിണ്ണൻ സാധനം തന്നെയാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. കാരണം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചില കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം സൂര്യയുടെ പുതിയൊരു ഫേസ് റിവീൽ ചെയ്തേക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് കങ്കുവനേക്കാളും ആക്ച്വലി ഇന്റൻസ് ഫീൽ തോന്നിയത് ഈ ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. കങ്കുവയുടെ ട്രൈബൽ ലുക്കിനകത്ത് നമുക്കറിയാം ആ ഒരു മിനിമം ഫീൽ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യും. പക്ഷേ ഒരു മോഡേൺ ലുക്കിൽ ഒരു ആത്രയ ഫീൽ തരുന്ന സമയത്ത് ഇതൊരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏഴാം അറിവ് സിനിമ എനിക്ക് വീണ്ടും ഓർമ്മയാണ്. ഏഴാം അറിവ് സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് രണ്ട് സൂര്യനെ കാണാണ്ട് വരുന്നുണ്ടല്ലേ. ഒന്ന് പഴയ സൂര്യ ഉണ്ട്, പക്ഷേ പുതിയ സൂര്യനാണ് അതിനകത്ത് കൂടുതൽ കാണിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ആ പുതിയ സൂര്യയുടെ ഉള്ളിലുള്ള ആ ഒരു ലീനേജ്, ഐ മീൻ പഴയ സൂര്യയുടെ ലീനേജ് ഉണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ബോധിധർമ്മൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജീൻ തെറാപ്പി ത്രൂ സയന്റിഫിക്കലി ഈ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ പഴയ കാലത്ത് ജീവിച്ചിരുന്ന വളരെ ക്രൂരനായിരുന്ന കങ്കുവ എന്ന് പറയുന്ന തീ എന്ന് അർത്ഥം വരുന്ന കങ്ക് എന്ന് പറയുന്ന മീനിങ് എന്ന് വന്നിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറിനെ, അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ഈ പുതിയ ക്യാരക്ടറിലൂടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥയാണോ ഇത് എന്നുള്ളൊരു കാര്യം അറിയില്ല. അതല്ലെങ്കിൽ ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യമാണോ എന്നുള്ളൊരു കാര്യം അറിയില്ല. എനിവേസ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. കാരണം ഈ സിനിമ പൊളിക്കുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത് ആ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പൊങ്കൽ സ്പെഷ്യൽ പോസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പോസ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്നാണ് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡേറ്റോ മറ്റൊന്നും ഈ പോസ്റ്ററിനകത്ത് എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ വരുന്നില്ല. സാധാരണ എല്ലാ പോസ്റ്ററിനകത്തും ഇന്ന സമയത്താണ്. ഇപ്പോൾ ലിയോ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം 8 മാസം മുമ്പ് തന്നെ അതിന്റെ റിലീസ് ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടായിരുന്നു. ഒക്ടോബർ 19 എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നീട് അവർ പോസ്റ്റേഴ്സ് മറ്റൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഡേറ്റോ മറ്റൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. 2024 റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആസ് പെർ ദ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാസം ഏപ്രിൽ 11 തീയതി ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു എന്നുള്ള റൂമറുകളും മറ്റൊക്കെ കേൾക്കാണ്ട് വരുന്നുണ്ട്. പക്ഷേ പൊതുവെ ഇങ്ങനെയുള്ള CG ചെയ്യുന്ന സിനിമകളും കൂടുതൽ വർക്കുകളും മറ്റുള്ള സിനിമകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ CGയുടെ വർക്കൊക്കെ വരുന്ന സമയത്ത് സിനിമ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന തങ്കലാൻ സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ ഓൾറെഡി റിലീസ് ആവേണ്ട ടൈമായിരുന്നു, ജനുവരി മാസം എന്ന് പറയുന്നത്. പക്ഷേ സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. സോ എപ്പോഴാണ് സിനിമ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ആക്ച്വലി കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ സൂര്യയുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. സോ അതായത് ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻസും ചില ഫില്ലിംഗ്സ് മാത്രമാണ് അതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ സിനിമ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമ എന്ന് പറയുന്ന സമയത്ത് ലിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ പോലത്തെ ഏറ്റവും ആന്റിസിപ്പേഷനുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഏറ്റവും ആന്റിസിപ്പേഷനുള്ള ഹിസ്റ്ററിക്കൽ സിനിമ എന്ന് മാത്രമല്ല, പക്ഷേ പ്രീ തിയേറ്ററിക്കൽ കളക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിട്ട് സിനിമകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സിനിമ തന്നെയാണ് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സൂര്യ ഫാൻസിന് എന്തായാലും തകർക്കാൻ വരുന്ന ഒരു പോസ്റ്റർ തന്നെ എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആ ലെവലിൽ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പോസ്റ്റർ എങ്ങനെയുണ്ട്? എന്താണ് നിങ്ങളുടെ തോട്ട് എന്നുള്ളൊരു കാര്യം? എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചിരിക്കുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.